Hello friends, welcome back to my channel SSA Cooking World. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റിയും ഹെൽത്തിയും ആയിട്ടുള്ള വെറൈറ്റി ടൈപ്പിലുള്ള പഴം നുറുക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. നമ്മളുടെ കാസർഗോഡ് ഭാഷയിൽ പറഞ്ഞാൽ കായ് ചില്ലിയുടെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ നമ്മളുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഏതെങ്കിലും കൂട്ടുകാർ എവിടെയെങ്കിലും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെയുള്ള കുഞ്ഞു ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. എന്നാലേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലെത്തുകയുള്ളൂ. ഇതിനു വേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് 3 നേന്ത്രപ്പഴമാണ് കേട്ടോ. അത്യാവശ്യം പഴുത്ത പഴം തന്നെയാണ്, നല്ലോണം പച്ചപ്പഴമൊന്നും അല്ല, നല്ല പെർഫെക്റ്റ് ആയിട്ട് പാകത്തിന് പഴുത്തിട്ടുണ്ട്. അപ്പോൾ അതിനെ നമ്മൾക്ക് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. നല്ലോണം തിന്നായിട്ടില്ലേ, സ്ലൈസായിട്ട് അങ്ങനെ കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, കുറച്ച് കട്ടിയോട് കൂടി തന്നെ കട്ട് ചെയ്തെടുക്കാം. നല്ലോണം കട്ടി കുറഞ്ഞിട്ടാണ് നമ്മളിത് കട്ട് ചെയ്തെടുക്കുന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഇത് നെയ്യിൽ വെളിച്ചെടുക്കുന്ന ആ ടൈമിൽ അത് പെട്ടെന്ന് തന്നെ ഉണ്ടയായിട്ട് പോവും, നമ്മൾക്ക് ചതഞ്ഞിട്ടൊക്കെ ഒടിഞ്ഞിട്ട് പോവും. അത് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ സ്ലൈസായി എടുക്കുന്നുള്ളത്. ഇതിലേക്ക് ഞാൻ ശർക്കര ഇട്ടിട്ടാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നുള്ളത്. അതിന് വേണ്ടിയിട്ട് 1 ക്യൂബ് ശർക്കരയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെള്ളം മാത്രമാണ് ചേർത്തെടുത്തിട്ടുള്ളത്. ഇതിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാന് ഞാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നല്ല 1.5 ടേബിൾ സ്പൂണ് ഗീയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഗീയൊക്കെ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഞാനിവിടെ മീഡിയം സൈസ് 3 പഴം എടുത്തത് കൊണ്ടാണ് ഇത്രയ്ക്കും നെയ്യ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിനെ എല്ലാം ഞാൻ ഈ പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു സൈഡ് മൊരിഞ്ഞ് വരുമ്പോൾ മറ്റേ സൈഡ് തിരിച്ചിട്ട് കൊടുക്കാം. മൊത്തത്തിൽ അതുപോലെ തന്നെ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻറ്റ് കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. തേങ്ങയുടെ 1 പാലാണ് കേട്ടോ ഇത് ചേർത്ത് കൊടുക്കുന്നുള്ളത്. 1/4 കപ്പിന് മേലെ ഞാൻ എടുത്തിട്ടുണ്ട് ഈ 3 പഴത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇത് കൂടി ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ ഇതൊക്കെ ചെയ്യുമ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്തെടുക്കാൻ. ഹൈ ഫ്ലെയിമിൽ വെക്കാൻ ഒരിക്കലും പാടില്ല. അപ്പോൾ പെട്ടെന്ന് പഴം ഇങ്ങനെ വെന്തൊടിഞ്ഞ പോലെ ആയിപ്പോവും. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നുള്ളത്. അപ്പോൾ നമ്മൾ ഇതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ശർക്കര പാനിയിൽ അതാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നുള്ളത്. അങ്ങനെ തേങ്ങാപ്പാലിൽ ഒന്ന് കുറുകി വന്നതിന് ശേഷം ശർക്കര പാനി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇത് കുറച്ച് വെള്ളമായ പോലെയൊക്കെ തോന്നും, അതൊന്നും കുഴപ്പമില്ല, പെട്ടെന്ന് തന്നെ അത് വറ്റിക്കോളും. അപ്പോൾ ഇതൊക്കെ ചേർത്തിട്ട് മധുരമൊക്കെ നമ്മൾക്ക് ഈ പഴത്തിൻ്റെ മധുരത്തിന് അനുസരിച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. പഴം നല്ലോണം പഴുത്തിട്ടുണ്ടെങ്കിൽ കുറച്ച് ശർക്കര പാനി ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് 1 ടീസ്പൂണ് ഏലക്കപ്പൊടിയാണ്. ഏലക്കപ്പൊടി ഇല്ലെങ്കിൽ അതിനെ ചതച്ചിട്ട് ഇട്ട് കൊടുത്താലും മതി, 5-6 ഏലക്കയെ. അപ്പോൾ ഞാൻ ഇത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ആ ഏലക്കപ്പൊടിയൊക്കെ എല്ലാ സൈഡിലേക്കും ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നീട് ഞാൻ ഇതിലേക്ക് 1 പിടി തേങ്ങയാണ്, ഫ്രഷ് ചിരവിയ തേങ്ങയാണ് ഇട്ട് കൊടുക്കുന്നുള്ളത്. ഇത് വേണ്ടാത്തവർ ഒഴിവാക്കാം, പക്ഷേ ഞങ്ങൾക്കൊക്കെ ഇഷ്ടം തേങ്ങ ഇട്ടിട്ട് ഇത് കടിച്ചുകൊണ്ട് ഇങ്ങനെ കഴിക്കുന്നതാണ്. അപ്പോൾ ഇത് ഈവനിങ് സ്നാക്കായിട്ടും മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടും ഒക്കെ നമ്മൾക്കിത് കഴിക്കാം. മക്കളുടെ ലഞ്ച് ബോക്സിലൊക്കെ ടിഫിൻ ബോക്സിൽ ഇട്ട് കൊടുക്കാനും നല്ലതാണ്. അവർക്കൊക്കെ ഒത്തിരി ഇഷ്ടമാണ്, എൻ്റെ മക്കൾക്കൊക്കെ ഇതൊക്കെ. നമ്മളുടെ നാട്ടിൽ കായ് ചില്ലിയായിട്ട് ഉണ്ടാക്കും. 6 ഗസ്റ്റ് വന്നാലും പെട്ടെന്ന് പഴം ചില്ലി ആക്കുന്നത് ആദ്യം കുറച്ച് നെയ്യൊഴിച്ച് കൊടുക്കും. എന്നിട്ട് ഇതുപോലെ സെയിം മെത്തേഡ് പിന്നെ ഇതിലേക്ക് ഒന്നെങ്കിൽ മുട്ട പൊട്ടിച്ചിട്ടൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട്. ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ആയിട്ട് ഷോർട്സ് ആയിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ, ഡീറ്റെയിൽഡ് അല്ലാതെ. അപ്പോൾ അതും നമ്മളുടെ കാസർഗോഡ് സ്റ്റൈലിൽ ഉണ്ടാക്കുന്നതിൻ്റെ ചില്ലിൻ്റെ റെസിപ്പിയും ഞാൻ പിന്നീട് ഇടാം. ഇത് ഓണത്തിനായാലും വിഷുവിനായാലും സദ്യയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇലകളിലൊക്കെ വിളമ്പാനും ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. അങ്ങനെയാണ് ഞാൻ കേട്ടിട്ടുള്ളത്. നമ്മളുടെ കാസർഗോഡിൽ കൂടുതലും മെയിൻ ഇങ്ങനെ ഇതൊക്കെ ചെയ്ത് കഴിക്കാറുള്ളത് നമ്മൾ ഗസ്റ്റൊക്കെ വരുന്ന ടൈമിലാണ്. പിന്നെ ഈവനിങ് സ്നാക്കായിട്ടും നമ്മൾ ഇങ്ങനെ കഴിക്കാറുണ്ട്. കാസർഗോഡ് റെസിപ്പീസൊക്കെ എല്ലാം ഡിഫറെൻ്റ് ആയിട്ടാണ് ഉണ്ടാക്കുന്നുള്ളത്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഈ റെസിപ്പി എല്ലാവരും ഇന്ന് തന്നെ ഉണ്ടാക്കിയിട്ട് നോക്ക്, എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമാവും ഈ റെസിപ്പി. അപ്പോൾ എൻ്റെ ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റായി കമൻറ്റ് ബോക്സിൽ കൊടുക്കാനും മറക്കല്ലേ.
ഇനിയും ഒരുപാട് പുതിയ പുതിയ റെസിപ്പീസുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.